സംസ്ഥാനത്തുടനീളം ഇന്നും ഫ്ലക്സ് യുദ്ധവും തുടരുകയാണ്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും അനുകൂലിച്ചാണ് ഇന്ന് ഫ്ലക്സുകൾ ഉയർന്നത്. കുഞ്ഞുഞ്ഞിന് ശേഷം കെ.സി. എന്നാണ് ബോർഡിൽ പരാമർശമുള്ളത്. നാച്ചുറൽ ചോയ്സ് എന്നാണ് വി.ഡി. അനുകൂല ഫ്ലക്സിലെ വാചകം. കണ്ണൂരും കോഴിക്കോട്ടും മലപ്പുറത്തും കൊച്ചിയിലും വി.ഡി. അനുകൂല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലും പോരാട്ടം തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകളിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്ക് കെ.സിയെ ശരിയല്ലാത്ത വാക്കുകളാൽ അധിക്ഷേപിച്ചും സതീശനെ പിന്തുണച്ചും ഇമെയിൽ സന്ദേശങ്ങൾ എത്തുന്നു എന്നും കേൾക്കുന്നു. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായിട്ട് ചേരുന്നു. മനീഷ്, ഇതിപ്പോൾ ഒരുപാട് വിവരങ്ങളുണ്ടല്ലോ. അതായത് ഫ്ലക്സ് ഒരു ഭാഗത്ത്, ഇമെയിൽ മറ്റൊരു ഭാഗത്ത്. എന്താണ് നടക്കുന്നത്? സനീഷ്, കഴിഞ്ഞ ദിവസം മുതലാണ് ഈ ഒരു ഫ്ലെക്സ് യുദ്ധം അത് സോഷ്യൽ മീഡിയയിൽ കൂടി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കെ.സിക്ക് അനുകൂലമായും അല്ലെങ്കിൽ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർന്നത് രാത്രിയുടെ മറവിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി തന്നെ വലിയ ജാഥയായി തന്നെ എത്തി പ്രവർത്തകർ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും ഈ ബോർഡ് സ്ഥാപിക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത് കെ.സിനെ കുഞ്ഞിന് പിൻഗാമി എന്ന് അനുഗമിക്കാൻ എന്ന തരത്തിലേക്ക് കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എത്തുന്നു എന്നുള്ളതാണ്. കുഞ്ഞിന് ശേഷം ആര്, അത് കെ.സി. എന്ന നിലയ്ക്കാണ് പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിലൊരു പ്രചാരണം ഈ കെ.സി. അനുകൂലികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ പട നയിച്ചവർ തന്നെ നയിക്കട്ടെ എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല, നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ട്വീറ്റിൻ്റെ താഴെ വലിയ രീതിയിൽ വി.ഡി. സതീശന് പിന്തുണയുമായി ആളുകൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പോസ്റ്റിന് താഴെയും വലിയ രീതിയിലുള്ള ആ ഒരു പിന്തുണയാണ് വി.ഡി. സതീശന് ലഭിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന കമൻറ്റുകളിലും വി.ഡിക്ക് അനുകൂലമായ കമൻറ്റുകളാണ്. അതായത് വി.ഡി. സതീശൻ തന്നെ നയിക്കണമെന്ന തരത്തിലേക്കുള്ള കമൻറ്റുകളാണ് വരുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു ഫ്ലെക്സ് യുദ്ധം തുടരുകയാണ്. അത് തിരുവനന്തപുരത്താണെങ്കിലും മലപ്പുറമാണെങ്കിലും കണ്ണൂർ അതുപോലെ തന്നെ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ഈ ഫ്ലെക്സ് യുദ്ധം തുടരുകയാണ്. ഈ ഫ്ലെക്സിൽ പ്രധാനമായും ഇപ്പോൾ ഈ ഫ്ലെക്സ് യുദ്ധം എത്തി നിൽക്കുന്നത് കെ.സി. വി.ഡി. എന്ന നിലയ്ക്കാണ്. നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്കും അനുകൂലമായി നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു ഫ്ലെക്സ് യുദ്ധം കെ.സി. വി.ഡി. എന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കെ.സിനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തെത്തുമ്പോൾ വി.ഡി. സതീശൻ തന്നെ തങ്ങൾക്ക് നേതാവായി വേണമെന്ന തരത്തിലേക്ക് യു.ഡി.എഫ് പ്രവർത്തകരും എത്തുന്നു. ഈ യു.ഡി.എഫ് പ്രവർത്തകരിൽ ലീഗ് പ്രവർത്തകരും അടക്കമാണ് നിലവിലിപ്പോൾ ഈ ഒരു പിന്തുണയുമായി എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മെയിലിലേക്കും അനുകൂലിച്ചും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിനെ അസഭ്യം പറഞ്ഞുമുള്ള മെയിലുകളും എത്തുന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് വി.ഡി. സതീശൻ വരണമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാലിനെ അധിക്ഷേപിച്ചും അസഭ്യം പറഞ്ഞുമുള്ള മെയിലുകളും ഈ രാഹുൽ ഗാന്ധിയുടെ മെയിലടിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ യുദ്ധം, അത് ഫ്ലെക്സ് യുദ്ധം, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട എന്തായാലും യു.ഡി.എഫ് പ്രവർത്തകർക്കിടയിൽ നടക്കുന്നത്. വലിയ രീതിയിൽ ചേരിതിരിഞ്ഞ പരസ്പരം ആക്രമിച്ചും അതുപോലെ തന്നെ പിന്തുണച്ചുമാണ് നിലവിലിപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. സനീഷ്, ശരി, നന്ദി മനീഷ് വിവരങ്ങൾക്ക്.